മയ്യഴി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഏകോപിപ്പിച്ച് മയ്യഴി ജനതയുടെ സമസ്ത മേഖലയിലുള്ള പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് രൂപീകരണ ഉദ്ദേശം. സംഘടനയുടെ പേര് യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ ഓഫ് ആസ്ഥാനം ഇപ്പോഴായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ അവിടെ കിടക്കണം. ലക്ഷ്യങ്ങൾ: മയ്യഴി മേഖലയിലെ താമസക്കാർക്കിടയിൽ നല്ല സൗഹൃദവും സഹകരണവും വളർത്തുകയും ജാതി മത രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. 2. മയ്യഴി മേഖലയിലെ റോഡുകൾ, നടപ്പാതകൾ, ജലാശയങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കുകയും പരിസര ശുചീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യാനായി അധികാരികളിൽ വേണ്ട സമ്മർദ്ദം ചെലുത്തുകയും നേടിയെടുക്കുകയും ചെയ്യുക. 3. അവശ്യ സേവനങ്ങളായ കുടിവെള്ളം, ജലപ്രവാഹങ്ങൾ, വൈദ്യുതി, തെരുവിളക്കുകൾ എന്നിവ ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 4. മെഡിക്കൽ ക്യാമ്പുകൾ സർക്കാർ സഹകരണത്തോടെ നടത്തുവാനുള്ള നേതൃത്വം നൽകുക. 5. അടുക്കളത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നിവ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുക. 6. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയും കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 7. മദ്യാസക്തിക്കും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണം നടത്തുക. 8. സമൂഹത്തിലെ വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, പൊതുജനങ്ങൾ എന്നിവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. ജലസാക്ഷരത, കമ്പ്യൂട്ടർ സാക്ഷരത, നിയമസാക്ഷരത എന്നിവ വ്യാപിപ്പിക്കുക. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുക. അവശ്യഘട്ടങ്ങളിൽ സന്നദ്ധ സേവനങ്ങൾ നൽകുക. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ പുരുഷ സമത്വവും ഉറപ്പിക്കാനായി പ്രവർത്തിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുക. നിയമങ്ങൾക്ക് വിധേയമായി സർക്കാരിൽ നിന്നും സ്ഥാപനങ്ങൾ, സംഘടനകൾ, സ്വദേശ വിദേശ വ്യക്തികൾ എന്നിവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കുകയും പ്രദേശത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനുമായി വിനിയോഗിക്കുകയും ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ അംഗങ്ങൾക്കിടയിൽ പൊതു ഫണ്ട് സ്വരൂപിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക. അംഗങ്ങളുടെ ഒത്തുചേരലിനും കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി യാത്രകൾ സംഘടിപ്പിക്കുക. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയും ശക്തിപ്പെടുത്തി ഏകോപനം ഉറപ്പുവരുത്തുകയും ചെയ്യുക. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വികസനവും പുരോഗതിയും ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജനപ്രതിനിധികളുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. സർക്കാർ സഹായത്തോടെയും അല്ലാതെയും തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി യത്നിക്കുകയും ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ തൊഴിൽ പദ്ധതികളും മറ്റു ക്ഷേമ പദ്ധതികളും സമൂഹത്തിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ബോധവൽക്കരണങ്ങൾ നടത്തുകയും ചെയ്യുക. സാമൂഹ്യക്ഷേമത്തിനായി മറ്റു സംഘടനകളും ഏജൻസികളുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക. വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ പരമാവധി ലഘൂകരിക്കുന്നതിനായി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ നൽകുന്ന എല്ലാ അപേക്ഷകൾക്കും റസീറ്റ് നൽകുന്നു എന്ന് ഉറപ്പുവരുത്താനായി യത്നിക്കുക. പ്രാരംഭ ഫണ്ട്, ഇത്രയാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞത്. പ്രാരംഭ ഫണ്ട് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും ശേഖരിക്കുന്ന 500 രൂപ വാർഷിക അംഗത്വ ഫീസും സ്വമേധയാ നൽകുന്ന സംഭാവനകളുമാണ് പ്രാരംഭ ഫണ്ട്. അംഗത്വവും ഘടനയും: മയ്യഴിയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിൽ നോമിനേറ്റ് ചെയ്യുന്ന 5 വീതം അംഗങ്ങളായിരിക്കും മേഖലാ കമ്മിറ്റിയുടെ ജനറൽ ബോഡി അംഗങ്ങൾ. നോമിനേറ്റ് ചെയ്യുന്നവരിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും വനിതയായിരിക്കണം. ജനറൽ ബോഡിയുടെ അധികാരങ്ങൾ: മയ്യഴി മേഖലയിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും അംഗങ്ങളായിരിക്കും. വാർഷിക അംഗത്വ ഫീസായി ഒരു അസോസിയേഷനിൽ നിന്നും 500 രൂപ സ്വീകരിക്കാവുന്നതാണ്. ചുരുങ്ങിയത് വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗം ചേരേണ്ടതാണ്. പ്രസിഡന്റിനോടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടും ആലോചിച്ച് സെക്രട്ടറിയാണ് യോഗം വിളിക്കേണ്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും യോഗം വിളിക്കാവുന്നതാണ്. സാധാരണ യോഗങ്ങൾക്ക് 7 ദിവസം മുൻപെങ്കിലും അറിയിപ്പ് നൽകേണ്ടതാണ്. അടിയന്തര യോഗങ്ങൾ ഫോൺ ചെയ്തോ സന്ദേശങ്ങൾ അയച്ചോ വിളിക്കാവുന്നതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനും നിയമാവലി ആവശ്യമെങ്കിൽ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡി നിക്ഷിപ്തമാണ്. യോഗങ്ങളിൽ ക്വാറം തികയാൻ 1+1, അതായത് പകുതിയിൽ 1 അധികം വേണം എന്നർത്ഥം. ഈ നിബന്ധന ആവശ്യമുള്ളപ്പോൾ കുറക്കാനോ കൂട്ടാനോ ജനറൽ ബോഡിക്ക് മാത്രമാണ് അധികാരം ഉണ്ടാവുക. ഒരു യോഗം ക്വാറം തികയാതെ മാറ്റിയാൽ
അടുത്ത യോഗത്തിൽ എത്ര അംഗങ്ങൾ ഹാജരായാലും ക്വാറം തികഞ്ഞതായി കണക്കാക്കും. യോഗങ്ങളിൽ ആവശ്യമെങ്കിൽ പ്രത്യേക ക്ഷണിതാക്കളെ പങ്കെടുപ്പിക്കാവുന്നതാണ്. ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകേണ്ടത് ജനറൽ ബോഡിയാണ്. ഒരു വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത സെക്രട്ടറി സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട് ആവശ്യമായ ഭേദഗതികളെ അംഗീകരിക്കേണ്ടതാണ്. പോയ വർഷത്തെ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പരിശോധിച്ച് അംഗീകരിക്കേണ്ടതാണ്. വരും വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ആവശ്യമായ ഭേദഗതികളോടെ അംഗീകരിക്കേണ്ടതാണ്. യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും തീരുമാനങ്ങളും രജിസ്റ്ററിൽ സൂക്ഷിക്കേണ്ടതാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കുവാൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ടായിരിക്കും. ഏതെങ്കിലും തീരുമാനം സമൂഹത്തിന് ദോഷകരമാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ടായിരിക്കും. ഇത്രയാണ് ജനറൽ ബോഡിയുടെ അധികാരങ്ങൾ. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ. എല്ലാ വർഷവും ജനറലിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 25-ൽ കൂടാത്ത അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഒരു അസോസിയേഷനിൽ നിന്നും നിർബന്ധമായും ഒരാളെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടതാണ്. കമ്മിറ്റിയിൽ 1/3 അംഗങ്ങൾ വനിതകളായിരിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭാരവാഹികളും രക്ഷാധികാരികളും ഉൾപ്പെടുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് അടിയന്തര തീരുമാനമെടുക്കാവുന്നതും അംഗങ്ങൾക്ക് സന്ദേശം നൽകേണ്ടതുമാണ്. ഇത്തരം തീരുമാനങ്ങൾക്ക് അടുത്ത യോഗത്തിൽ അംഗീകാരം വാങ്ങേണ്ടതാണ്. യോഗത്തിൽ ക്വാറം തികയാൻ 1+1 അംഗങ്ങൾ ഹാജരാകേണ്ടതാണ്. ഒരു യോഗം ക്വാറം തികയാതെ മാറ്റിവെച്ചാൽ നേരത്തെ പറഞ്ഞത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ഒരു തീരുമാനവും ഒരംഗവും സ്വമേധയാ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമായിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എല്ലാ തീരുമാനങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തി പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പുവെച്ച് സെക്രട്ടറി വശം സൂക്ഷിക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുവാദത്തോടെ മാത്രമേ ചിലവുകൾ ചെയ്യാൻ പാടുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ പൊതുവായ ആവശ്യങ്ങൾക്കായി തുക സമാഹരിക്കാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. ഇതിന് യാതൊരു നിർബന്ധ സ്വഭാവവും പാടില്ലാത്തതും ലഭിക്കുന്ന തുകയ്ക്ക് കൃത്യമായ റിസീറ്റ് നൽകേണ്ടതുമാണ്. ക്രിമിനൽ കേസുകളിലോ സാമ്പത്തിക തിരിമറികളിലോ മറ്റു കേസുകളിലോ ഉൾപ്പെട്ടിട്ടുള്ളവരെ അംഗങ്ങളാക്കാൻ പാടില്ലാത്തതാണ്. മാറുന്ന സാഹചര്യമനുസരിച്ച് നിയമങ്ങളും വകുപ്പുകളും മാറ്റാനും പുതുക്കാനും ജനറൽ ബോഡിക്ക് നിർദ്ദേശം നൽകാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കമ്മിറ്റി യോഗം ചേരേണ്ടതാണ്. പ്രസിഡന്റിനോട് ആലോചിച്ച് സെക്രട്ടറിയാണ് യോഗം വിളിക്കേണ്ടത്. സാധാരണ യോഗങ്ങൾക്ക് 3 ദിവസം മുമ്പെങ്കിലും അറിയിപ്പ് നൽകേണ്ടതാണ്. അടിയന്തര യോഗങ്ങൾക്ക് 1 ദിവസം മുൻപേ അറിയിപ്പ് നൽകാൻ മതിയാവും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഭാരവാഹിത്വമുള്ളയാൾ മാറിപ്പോവുകയോ രാജിവെക്കുകയോ ചെയ്താൽ തീരുമാനം എഴുതുവാങ്ങി കമ്മിറ്റി സൂക്ഷിക്കേണ്ടതാണ്. കമ്മിറ്റിയിൽ വരുന്ന ഒഴിവിലേക്ക് അംഗങ്ങളെ കോപ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ മാറ്റങ്ങളും തീരുമാനങ്ങളും അടുത്ത ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ തടസ്സം നിൽക്കുകയോ ചെയ്യുന്ന അംഗത്തെ നീക്കം ചെയ്യാൻ ജനറൽ ബോഡിക്ക് നിർദ്ദേശം നൽകാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. ഭാരവാഹികൾ അസോസിയേഷന് താഴെ പറയുന്ന ഭാരവാഹികളാകാവുന്നതാണ്. പ്രസിഡന്റ് 1, വൈസ് പ്രസിഡന്റ് 3, സെക്രട്ടറി 1, ജോയിന്റ് സെക്രട്ടറി 3, ട്രഷറർ 1, കോർഡിനേറ്റർ 1, പൗരപ്രമുഖരായ രക്ഷാധികാരികൾ 3. ഭാരവാഹികളുടെ കാലാവധി പരമാവധി 2 വർഷമായിരിക്കും. രൂപീകരണ സമയത്തെ ഭാരവാഹികൾ ആരൊക്കെയാണ്? ഭാരവാഹികളുടെ ചുമതലകൾ: പ്രസിഡന്റ് എല്ലാ യോഗങ്ങളിലും അധ്യക്ഷം വഹിക്കുക, സമിതിയുടെ ഉപഘടകങ്ങൾക്ക് നേതൃത്വം നൽകുക, ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുക, കമ്മിറ്റികളുടെയും ഉപഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക, സെക്രട്ടറിക്കും ട്രഷറർക്കും ഒപ്പം അക്കൗണ്ട് കൈകാര്യം ചെയ്യുക, പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും ഊർജവും പകരുക, സെക്രട്ടറിയോടൊപ്പം യോഗങ്ങളുടെ അജണ്ട തീരുമാനിക്കുകയും യോഗശേഷം മിനിറ്റ്സിൽ ഒപ്പുവെക്കുകയും ചെയ്യുക. വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുക. ചുമതലകൾ നിറവേറ്റാൻ പ്രസിഡന്റിനെ സഹായിക്കുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയും ചെയ്യുക. സെക്രട്ടറി യോഗങ്ങൾ വിളിച്ചു ചേർക്കുക, മീറ്റിംഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ അംഗങ്ങൾക്ക് നൽകുക, പ്രസിഡന്റിനോട് ആലോചിച്ച് യോഗങ്ങൾക്ക് അജണ്ട തീരുമാനിക്കുക, യോഗങ്ങളുടെ മിനിറ്റ്സ് സൂക്ഷിക്കുക, യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കുക, പ്രസിഡന്റിനോടും ട്രസ്റ്റിനോടും ഒപ്പം അക്കൗണ്ട് കൈകാര്യം ചെയ്യുക. ജോയിന്റ് സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുക, സെക്രട്ടറിക്ക് ചുമതലകൾ നിർവഹിക്കുവാൻ സഹായം നൽകുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയും ചെയ്യുക. ട്രഷറർ യുക്തമായ വിധം സൂക്ഷ്മതയോടെ ഫണ്ട് കൈകാര്യം ചെയ്യുക. ചെക്കുകൾ, വൗച്ചറുകൾ, വിവിധ അക്കൗണ്ടുകൾ എന്നിവ സൂക്ഷിക്കുകയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. വരവ് ചിലവുകൾക്കുള്ള കൃത്യമായ തെളിവുകൾ സൂക്ഷിക്കുക.
സമിതിയുടെ സ്ഥാപന ജംഗമ ആസ്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുക. വരവുകൾക്ക് റെസീറ്റ് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും റെസീറ്റ് ബുക്കുകൾ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുക. ചിലവുകൾക്ക് അംഗീകാരം ഉറപ്പാക്കുക. പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒപ്പം അക്കൗണ്ട് കൈകാര്യം ചെയ്യുക. കോർഡിനേഷൻ സമിതി അംഗങ്ങളെയും ഭാരവാഹികളെയും ഏകോപിപ്പിക്കുന്നതിൽ എല്ലാ ഭാരവാഹികളെയും സഹായിക്കുക. PRO ആയി പ്രവർത്തിക്കുക. പ്രവർത്തനങ്ങളെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്നതിലും വിശ്വാസം ആർജിക്കുന്നതിലും കാര്യമായി പങ്കുവയ്ക്കുക. അസോസിയേഷന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ദൗത്യങ്ങളെയും ഏകോപിപ്പിക്കുകയും സമൂഹത്തിന്റെ ഫീഡ്ബാക്ക് സമിതിയെ അറിയിക്കുകയും ചെയ്യുക. രക്ഷാധികാരികൾ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക. പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ കൂട്ടായ അക്കൗണ്ട് തുടങ്ങേണ്ടതാണ്. ജനറൽ ബോഡി നിർദ്ദേശിക്കുന്ന ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങേണ്ടത്. 1000 രൂപയ്ക്ക് മുകളിലുള്ള ചിലവുകൾ ചെക്ക് വഴി അല്ലെങ്കിൽ ട്രാൻസ്ഫർ നൽകേണ്ടതാണ്. പ്രസിഡന്റിനോടൊപ്പം ട്രഷററോ സെക്രട്ടറിയോ ഒപ്പുവെച്ചാൽ ചെക്ക് പാസ്സാകേണ്ടതാണ്. ട്രഷറർക്ക് കൈവശം വെക്കാവുന്ന പരമാവധി തുക 5000 രൂപ ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. അന്ന് ജനറൽ ബോഡി നിശ്ചയിച്ച 7 പേര് 2 തവണയായി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒന്ന് രൂപപ്പെടുത്തിയത്. നമ്മൾ എത്ര ചർച്ച ചെയ്താലും നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ ചേർക്കാനോ ഇതിൽ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നീക്കാനോ ഉള്ള ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. അല്ലെങ്കിൽ അപൂർവം തന്നെയാണ്. അതുകൊണ്ട് ദയവായിട്ട് പറയും. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം. 2 വർഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി 1 വർഷം, ഭാരവാഹികൾക്ക് ആവശ്യമെങ്കിൽ 2 വർഷം വരെ തുടങ്ങാനാണ് പറഞ്ഞു. പരമാവധി എല്ലാം 2 വർഷം ആക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. മാത്രമല്ല അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഒരു കമ്മിറ്റിക്ക് അതിന്റെ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും എഫിഷ്യൻസി നിർവഹിക്കാനും 2 വർഷം നല്ലതാണ്. 2 വർഷം അത് അന്ന് ക്ഷീണം ചെന്നിട്ടുണ്ട്. ഈ ഭാരവാഹി ഒരു കാര്യം പറഞ്ഞു. ഒരു റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹി മറ്റൊരു യുണൈറ്റഡിൽ ഭാരവാഹിയാകുന്നതിനുണ്ടോ? അവിടെ ഇപ്പൊ നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റ് ഇവിടെ തന്നെ വന്ന സെക്രട്ടറി മറ്റു പ്രസിഡന്റ് ആയാലും ബുദ്ധിമുട്ടല്ലേ? അത് നമ്മുടെ പ്രവർത്തനത്തിൽ ബാധിക്കുന്നു. അതുകൊണ്ട് അത് ഒരു നിയമം എല്ലാവരും 2 ഇരട്ട ഭേദഗതി അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും നമ്മൾ പറഞ്ഞ നല്ല പോയിന്റ് ആണ്. നമ്മുടെ 16 അസോസിയേഷൻ ഉണ്ട്. ഈ 16 അസോസിയേഷനും ഇൻഡിപെൻഡന്റ് ആണ്, യാതൊരു സംശയമില്ല. അവരുടെ കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാം, എല്ലാം ചെയ്യാം. ഇതിനെ ഏകോപിപ്പിക്കുകയും ശക്തി പകരുകയും ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അസോസിയേഷന്റെ പ്രവർത്തനവും ഈ ഏകോപന സമിതിയുടെ പ്രവർത്തനവും പരസ്പരം ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ലേ? അതാണ് തന്നെ അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കായിക പ്രവർത്തനം പറഞ്ഞു.